ഇന്ന് നമുക്ക് ചൈനീസ് നോട്ടും അതുപോലെ റിംഗ് നോട്ടും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ചൈനീസ് നോട്ടാണ്. അതിന് നമുക്ക് ആദ്യം നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വിരൽ ഉപയോഗിച്ചിട്ട് ത്രെഡ് ഇതുപോലെ ചുറ്റണം. ഇങ്ങനെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ വിരൽ വെക്കണം. എന്നിട്ട് ഇങ്ങനെ ചുറ്റാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതുപോലെ വരും നമ്മളിത് ചുറ്റിക്കഴിയുമ്പോൾ. ഈ ത്രെഡ് ഈ ത്രെഡിൻ്റെ അടിയിലായിരിക്കണം വരേണ്ടത് ഇതുപോലെ. എന്നിട്ട് നമുക്ക് നമ്മുടെ നോട്ടിന് എത്രയാണോ വലുപ്പം വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇത് ചെറുതാക്കേണ്ടത് ഈ ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുത്തിട്ടാണ്. ഇങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് വരും. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ വിരൽ വെച്ചിട്ട് ഈ ലൂപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഈ ത്രെഡ് എപ്പോഴും ഇതുപോലെ നേരെ നിൽക്കണം. എന്നിട്ട് നമുക്ക് ഇത് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചൈനീസ് നോട്ട് സ്റ്റിച്ച് ചെയ്തത്. ഒന്നുകൂടെ കാണിച്ചു തരാം. നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചുറ്റിയെടുക്കണം. എന്നിട്ട് എത്രയാണോ നമുക്ക് നോട്ടിൻ്റെ വലുപ്പം വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വിരൽ വെച്ചിട്ട് ഇതിന് മുകളിൽ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഈ ത്രെഡ് എപ്പോഴും ഇതുപോലെ സെൻറ്ററിലോട്ടായിരിക്കണം വരേണ്ടത്. നമുക്ക് നീഡിൽ മെല്ലെ താഴേക്ക് വലിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ചൈനീസ് നോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ചൈനീസ് നോട്ടിൻ്റെ ഒരു വേരിയേഷനാണ്. ഇനി നമുക്ക് ചൈനീസ് നോട്ടിൻ്റെ വേറൊരു വേരിയേഷനുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ ലൂപ്പായിട്ട് വരത്തില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അത് ടൈറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണത്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ത്രെഡ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ചുറ്റി കൊടുത്തില്ലേ അതേപോലെ തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നീഡിൽ തുണിയിൽ കുത്തി എടുത്ത ഭാഗത്ത് തന്നെ ഇതുപോലെ നമുക്ക് കുത്തി കൊടുക്കാം. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുക്കാം. അതപ്പം ഇങ്ങനെ ടൈറ്റ് ആവുമ്പം കണ്ടോ ഇതൊരു നോട്ടിൻ്റെ രൂപത്തിലാവും ഇവിടെ. ആ സമയത്ത് നമ്മൾ താഴേക്ക് വലിച്ചു കൊടുക്കാം. കണ്ടോ ഇതുപോലെ വരും. അപ്പോൾ ഇത് ഫ്രഞ്ച് നോട്ട് പോലെയാണ് ഇത് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഫ്രഞ്ച് നോട്ടല്ല, ഇത് ചൈനീസ് നോട്ടിൻ്റെ വേറൊരു വേരിയേഷനാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ത്രെഡ് ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമ്മളിവിടെ ചുറ്റി കൊടുത്ത പോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് എവിടെ നിന്നാണോ നമ്മൾ നീഡിലെടുത്ത് ആ ഭാഗത്ത് നമുക്കിതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ വലിച്ചു കൊടുക്കാം, ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മെല്ലെ നീഡിൽ താഴേക്ക് ഇതുപോലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ ഒരു നോട്ടായിട്ടത് വരും. അപ്പോൾ ഇതാണ് ചൈനീസ് നോട്ടിൻ്റെ വേറൊരു വേരിയേഷൻ. അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മൾ ചൈനീസ് നോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് റിംഗ് നോട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. റിംഗ് നോട്ട് തയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഫ്രഞ്ച് നോട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കില്ല, അതുപോലെയാണ് ചുറ്റി കൊടുക്കുന്നത്. നമ്മൾ ഫ്രഞ്ച് നോട്ടിന് ചുറ്റുമ്പോൾ ടൈറ്റായിട്ടാണ് ചുറ്റി കൊടുക്കുന്നത്. റിംഗ് നോട്ടിന് നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ 2 തവണ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ നീഡിൽ എടുത്ത ഭാഗമില്ലേ അതിൻ്റെ മുൻപിലായിട്ട് നമുക്ക് ഈ നീഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ. എന്നിട്ട് ഈ ത്രെഡ് നമ്മൾ വലിക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടിൻ്റെ വലുപ്പം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വലുതാക്കാനും പറ്റും,
ചെറുതാക്കാനും പറ്റും. വലുതാക്കാൻ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ലൂസാക്കി നമുക്ക് കൊടുക്കാം. അങ്ങോട്ട് മുമ്പിലോട്ട് ഇങ്ങനെ ചെയ്താൽ ഇതിപ്പം വലിയതായി. ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഈ ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ നോട്ടിന് എത്ര വലുപ്പമാണ് വേണ്ടതെന്ന്. നമ്മൾ റിംഗ് നോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ത്രെഡ് എപ്പോഴും സെൻറ്ററിലേക്കായിരിക്കണം ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ താഴേക്ക് സൂചി വലിക്കുമ്പോൾ ഈ ത്രെഡ് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, അതായത് ഇങ്ങോട്ടാണെങ്കിൽ നോട്ട് ഇങ്ങോട്ടേ വരുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ആ നോട്ട് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നീഡിൽ മെല്ലെ താഴേക്ക് വലിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വിരൽ ഉപയോഗിച്ചിട്ട് ഈ നോട്ടിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈയൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇതുപോലെ വരും നമ്മുടെ റിംഗ് നോട്ട്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതുപോലെ ലൂസായിട്ട് ചുറ്റി കൊടുക്കാം. എന്നിട്ട് എവിടെ നിന്നാണോ നമ്മൾ നീഡിലെടുത്ത് അതിൻ്റെ മുമ്പിലായിട്ട് വേണം നമുക്ക് നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാൻ. എന്നിട്ട് ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയാണോ ലൂപ്പിൻ്റെ വലുപ്പം വേണ്ടത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ത്രെഡ് എപ്പോഴും സെൻറ്ററിലേക്കായിരിക്കണം വരേണ്ടത്. എന്നിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ മെല്ലെ താഴേക്ക് വലിച്ചു കൊടുക്കാം. വലിക്കുമ്പം ഒറ്റയടിക്ക് വലിക്കാൻ പാടില്ല, മെല്ലെ വലിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ റിംഗ് നോട്ട് വരുന്നത്. ഒന്നുകൂടെ കാണിക്കാം. നമുക്കിതുപോലെ ലൂസായിട്ട് ചുറ്റി കൊടുക്കണം. എന്നിട്ട് എവിടെ നിന്നാണോ നീഡിലെടുത്തത് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് നോട്ടിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ മെല്ലെ റൊട്ടേറ്റ് ചെയ്തിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വരും. ഇവിടെ നമുക്കൊരു ഫ്ലവർ തയ്ച്ച് നോക്കാം റിംഗ് നോട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് നീഡിൽ ഇവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് 2 തവണ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നീഡിൽ എടുത്ത പോയിൻറ്റിൻ്റെ മുൻപിലായിട്ട് ഇതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എത്രയാണ് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ. എന്നിട്ട് മെല്ലെ നമുക്കിതുപോലെ നീഡിൽ വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെയാണ് തയ്ക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒരു ബീഡ് തയ്ച്ചു കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവർ തയ്ച്ച് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ. റിംഗ് നോട്ട് നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നും. ഫസ്റ്റ് ടൈം നമുക്ക് ഒത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കല്ല. നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന ഈ 2 സ്റ്റിച്ചസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ 2 സ്റ്റിച്ചസും നമ്മൾ ഫ്ലവർ തയ്ക്കാനും ഫില്ലിങ് സ്റ്റിച്ചസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.